ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് ദർശു. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഏർലി മോർണിംഗ് സ്റ്റഡി റൊട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. റൊട്ടീനല്ല, സത്യം പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് കുറച്ച് സമയം ഇരുന്ന് ഒരു 3:30 ആവാറായപ്പോഴാണ് പഠിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് കേട്ടോ. പഠിക്കാനായിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെയുള്ള ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒക്കെ മാറ്റാനായിട്ട് ഒരു കട്ടൻ ചായ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ ഞാനങ്ങനെ ചായയും കോഫിയൊന്നും കുടിക്കാറില്ല. പക്ഷേ നമുക്കൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ വിട്ട് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ 1-2 ദിവസം എൻ്റെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്റ്റഡി പ്ലാനൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏത് ടോപ്പിക്കാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ആ ടോപ്പിക്ക് റാങ്ക് ഫയൽ നോക്കിയിട്ടാണ് കേട്ടോ ആ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തത്. റാങ്ക് ഫയൽ നോക്കി കഴിഞ്ഞിട്ട് SCERT പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ റാങ്ക് ഫയലിൽ ഞാൻ ആ ടോപ്പിക്ക്, ഇന്ത്യൻ ജോഗ്രഫി ആയിരുന്നു ടോപ്പിക്ക്, അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പണ്ട്, അതായത് 10th +1 +2 പഠിക്കുന്ന സമയത്തൊക്കെ ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ. അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു പഠിക്കുക. അതായത് ഒരു 3:30 ആകുമ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാൾ എല്ലാവരെയും വിളിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഇന്ന ടോപ്പിക്ക് ഇത്ര സമയം വരെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ രീതിക്കായിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നേരത്തെ എണീറ്റ് പഠിക്കാൻ നല്ല ഉന്മേഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉന്മേഷത്തിന് കുറവൊന്നുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മോനുണ്ട്. മൂപ്പര് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ അവൻ എങ്ങനെയാണെന്നറിയില്ല, അവൻ തിരിച്ചറിയും ഞാൻ അടുത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഇപ്പം തന്നെ ഞാൻ ഈ 3:30 പഠിക്കാനിരുന്ന് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അവൻ ബെഡിൽ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പഠിത്തത്തിൻ്റെ ഇടയിൽ വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ 2-3 തവണയൊക്കെ എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് ഈ 3:30, അതായത് ഈ ഏർലി മോർണിംഗ് സ്റ്റഡി റൊട്ടീൻ എന്നെ സംബന്ധിച്ച്, എൻ്റെ മോൻ ഇങ്ങനെയുള്ളൊരു പ്രശ്നം കാണിക്കുന്നത് കൊണ്ട് എനിക്കിത് പ്രോപ്പറായിട്ട് ശരിയായിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ ഒരുപാട് ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് കുറച്ച് നേരം ഇരുന്ന് പഠിക്കും, അവൻ കരയുമ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകും. അവനെ ഉറക്കാൻ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ സമയം എടുക്കും. അവൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും വരും. വീണ്ടും എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 20 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് അവൻ എണീക്കും, വീണ്ടും പോവും. പിന്നെ ഒരു 15 മിനിറ്റ് എനിക്ക് ലോസാവും. അങ്ങനെ എനിക്കൊരുപാട് സമയനഷ്ടം ഉള്ളതുപോലെ തോന്നിയിട്ടോ. പക്ഷേ എന്തായാലും നേരത്തെ എണീറ്റ അവസ്ഥയ്ക്ക് മാക്സിമം ടൈം ഇരുന്ന് പഠിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും സമയം ഇരുന്ന് പഠിച്ചു കേട്ടോ. കുറേ അത്യാവശ്യം നല്ലൊരു ടോപ്പിക്ക്, നമ്മുടെ ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏകദേശം 3/4 ഭാഗവും ഞാൻ കവർ ചെയ്തു കേട്ടോ. ഏർലി മോർണിംഗ് ഇരുന്നിട്ട് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറേയധികം ബ്രേക്ക് വന്നതുകൊണ്ടാണ് ആ ടോപ്പിക്ക് കുറച്ചുകൂടി ചെറുതായി പോയത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ SCERT പോർഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഞ്ഞു ടോപ്പിക്കൊക്കെ കവർ ചെയ്യാനുള്ള സമയം ധാരാളം എനിക്കുണ്ടായിരുന്നു. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം സമയവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മിസ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താതെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഈ ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അമൂല്യമാണ് സമയം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഓരോരോ സെക്കൻഡിൻ്റെയും വില മതിക്കാനാവാത്താണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും സമയം കളയരുത്. പക്ഷേ ഈ പറയുന്ന ഞാനാണെങ്കിലും കുറേ സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാറുണ്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മളതിനെ തിരിച്ചറിയണം കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അയ്യോ ഞാനത് അന്ന് നേരത്തെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ എത്ര സമയം വെറുതെ പോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി നമ്മൾ പ്ലാനഡായിട്ട് ഇപ്പം തന്നെ ആ സമയത്തിന് വിനിയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഓരോരോ ചെറിയ സമയം ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രൊഡക്റ്റീവാക്കാനായിട്ട് നോക്കാം. എല്ലാവർക്കും പഠിക്കാൻ കഴിയണം എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രൊഡക്റ്റീവാക്കാൻ നോക്കാം കേട്ടോ. നമ്മൾക്ക് ഉപകാരമാകുന്ന രീതിയിലും മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിലൊക്കെ ആ സമയത്തിനെ വിനിയോഗിക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഇട്ടിട്ടുള്ള പഠിത്തം നല്ലതാട്ടോ. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്.
പലർക്കും പല കൺഫ്യൂഷൻസും ഉണ്ടാവും. കാലത്ത് പഠിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം തിയറികളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. പുലർച്ചെ എണീറ്റ് പഠിക്കുന്നതാണ് ബ്രെയിനിന് കുറച്ചുകൂടി നല്ലത്, ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ അതൊക്കെ ഓരോരോ പേഴ്സണെ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവർക്കും കാലത്ത് എണീറ്റ് പഠിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എണീറ്റ് പഠിക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് എണീക്കുന്നതുകൊണ്ട് അവൻ ഒരുപാട് തവണ എണീക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് തവണ ബ്രേക്ക് എടുത്ത് പോകേണ്ടി വരും. ആ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് നഷ്ടം. നമ്മളൊരു 3 മണിക്കൊക്കെ എണീറ്റ് ഒരു 15 മിനിറ്റൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ബെഡിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് വീണു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് 100% വർക്കൗട്ട് എനിക്കായിട്ടില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് എനിക്കങ്ങനെ ആവാത്തത്. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളില്ലാത്ത ആളുകൾ, അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ല, വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല, എന്നിട്ട് അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾ മാക്സിമം രാവിലെ നേരത്തെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളൊരു ദിവസം നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ദിവസം അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. പലരും 6 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് അയ്യോ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരാവട്ടെ, സ്കൂളിൽ പോകുന്നവരാവട്ടെ, ടൈമില്ല, ഭക്ഷണം കഴിക്കാതെ ഓടുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളൊരു അരമണിക്കൂർ ഒന്ന് നേരത്തെ എണീറ്റ് നോക്കൂ, എല്ലാത്തിനും സമയമുണ്ടാവും. ഒരുപാട് സമയം നമുക്ക് ബാക്കിയാവും. അപ്പോൾ സമയമില്ല എന്ന് പറയുന്നവർ, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനെയുള്ളവർ ഈ നേരത്തെ ഒന്ന് എണീറ്റ് നോക്കൂ കേട്ടോ. അതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി നേരത്തെ എണീക്കാൻ പറ്റാത്ത ആൾക്കാരെന്ന് വെച്ചാൽ രാത്രി കുറച്ച് സമയം എക്സ്ട്രാ ടൈം ഇരുന്ന് നോക്കൂ. എനിക്കപ്പോൾ നേരത്തെ എണീക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇനി തീരുമാനിച്ചിരിക്കുന്നത് രാത്രി കുറച്ച് സമയം കൂടി ഇരിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഡേ ടൈമിലൊക്കെ മോൻ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ചേർത്ത് നമുക്ക് പഠിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പോൾ ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ രാത്രിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ എല്ലാവരും. അപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങളും പഠിക്കാൻ തുടങ്ങും കേട്ടോ. സമയം ഒട്ടും കളയാനില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നന്നായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി തന്നെ വാങ്ങിക്കണം കേട്ടോ.